അതെ, ഇന്ത്യയുടെ പാർലമെന്റില് മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഗർജിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ ഒന്നാമതായി ഇന്ത്യക്കാരനാ, രണ്ടാമതായി ഇന്ത്യക്കാരനാ, മൂന്നാമതായും ഞാൻ ഇന്ത്യക്കാരനാ. അത് ഇന്ത്യയുടെ പ്രശ്നം വന്ന ഇന്ത്യൻ മുസൽമാൻ എന്ന നിലക്ക് ഞാൻ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഇന്ത്യക്കാരനാ. എന്നാൽ എന്റെ ദീനിന്റെ കാര്യം വന്ന, എന്റെ മതത്തിന്റെ കാര്യം വന്ന, എന്റെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവരുടെ കാര്യം വന്ന ഒന്നാമത് ഞാൻ മുസ്ലിമാ, രണ്ടാമത് ഞാൻ മുസ്ലിമാ, മൂന്നാമതും ഞാനൊരു മുസ്ലിമാ. അങ്ങനെ പറഞ്ഞു പോയവരില്ലേ പ്രിയപ്പെട്ടവരെ? അതുപോലെ പറഞ്ഞ പിന്നെ ഇന്ത്യൻ പാർലമെന്റ് കണ്ട ഒരു മനുഷ്യനെ സംഭാവന ചെയ്തത് നിങ്ങളുടെ അങ്കുലികളാണ്, നിങ്ങളുടെ വിരലുകളാണ്, നിങ്ങളുടെ വോട്ടുകളാണ്. രണ്ടാമത് അതുപോലെ ഒരു മനുഷ്യനെ ഇന്ത്യയുടെ പ്രഗത്ഭമായ പാർലമെന്റിൽ നിന്നിട്ട് തൊപ്പി വെച്ച് താടി വെച്ച് തഖ്വയോടെ സംസാരിച്ച ഈ പവിഴദ്വീപിന്റെ രാജകുമാരനായ PM സഈദ് സാഹിബ്, അല്ലാഹു അവിടത്തെ പരലോകം പ്രശോഭിതമാക്കി കൊടുക്കട്ടെ. ചെറുപ്പക്കാരാ, എന്തിനാ വെറുതെ ജീവിച്ച് മരിച്ചു പോകുന്നത്? പൊന്നു പെങ്ങളെ, എന്തിനാ ശവമായി മരിച്ചു പോകുന്നത്? ചരിത്രം രേഖപ്പെടുത്തട്ടെ നിങ്ങളെ കുറിച്ചിട്ട്. കാലമേറെ കടന്നുപോയാൽ, ഒരുപാട് വസന്തവും ഹേമന്തവും ഗ്രീഷ്മവും കടന്നുപോയാൽ, മഴയും മഞ്ഞും വെയിലും കടന്നുപോയാൽ, ഈ ലഗൂണിൽ ഒരുപാട് വേലിയേറ്റവും വേലിയിറക്കവും കടന്നുപോയാ ചരിത്രം മറക്കാതിരിക്കട്ടെ. ഈ ദ്വീപുള്ള കാലം തലമുറയായി പകർന്നു പോകില്ലേ? ഈ രാജകുമാരൻ PM സഈദ് എന്ന് പറയുന്ന മാണിക്യക്കല്ല് അതുപോലെ ചരിത്രത്തിൽ ഇടം കൊടുക്കൂ ചെറുപ്പക്കാരാ. ഹുബ്ബിന്റെ ആളാകെ, പ്രണയത്തിന്റെ ആളാകെ. ഹറാമിന്റെ പ്രണയമല്ല, ഹറാമിന്റെ പ്രേമമല്ല, അല്ലാഹുവിന്റെ പ്രേമം കൊണ്ട്, ഇഷ്കിന്റെ പ്രേമം കൊണ്ട് ലഹരി മൂത്ത് നടക്ക്. അത് കൊച്ചിയിൽ നിന്ന് കടന്നു വരുന്ന, കടല് കടന്നു വരുന്ന ജോണി വാക്കറിന്റെ ലഹരിയല്ല. അത് ബേപ്പൂരിൽ നിന്ന് കടല് കടന്നു വരുന്ന മദ്യത്തിന്റെ ലഹരിയല്ല. അത് മംഗലാപുരത്ത് നിന്ന് വരുന്ന മദ്യത്തിന്റെ ലഹരിയല്ല. അത് മുത്തുനബിയോടുള്ള സ്നേഹത്തിന്റെ ലഹരിയാ. അത് അല്ലാഹുവിനോടുള്ള ലഹരിയാ. ചരിത്രം നിങ്ങൾ ഓർക്കും, ആകാശം നിങ്ങളെ ഓർത്ത് പൊട്ടിച്ചിരിക്കും, ഈ ദ്വീപ് മുഴുവൻ നിങ്ങളെ ഓർത്ത് കോരിത്തരിക്കും, ഈ നാട് മുഴുവൻ നിങ്ങളെ ഓർമ്മിക്കും. മുഅ്മിനീങ്ങളെ, ഞാൻ എന്തിനാ മനുഷ്യനെ ആവർത്തിച്ച് പറയുന്നത്? ഇവിടെയുള്ള പ്രായമുള്ളവരുടെ മനസ്സിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് PM സാഹിബ്. മരിക്കാത്ത ജീവനായി ആന്ത്രോത്ത് ദ്വീപിൽ മരിപ്പെട്ട് കിടക്കുമ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. സംസാരിച്ചപ്പോ അഭിവന്ദനായ AICCയുടെ മെമ്പർ, ഇവിടെയുള്ള നിങ്ങളുടെ ഈ ദ്വീപ് ലക്ഷദ്വീപിന്റെ പ്രസിഡന്റ്, ആ സഹോദരന്റെ വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞപ്പോ എന്തോ ഒരു നാവാണ് PM-നെ കുറിച്ച് പറഞ്ഞപ്പോ ആ കണ്ണ് നിറഞ്ഞത് ഞാൻ ഓർക്കുകയാ. അതുപോലെ പലരുടെയും കണ്ണിൽ അങ്ങനെയാണ്. അതൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. ഒരിക്കൽ വിജയിക്കാൻ കഴിഞ്ഞവര് പിന്നെ ചരിത്രത്തിൽ ഇല്ലാതെ മാറിപ്പോയിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. പക്ഷേ സഈദ് ജീവിക്കുന്നത് പാർലമെന്റിൽ മാത്രമല്ല, ഈ പ്രായമുള്ളവരുടെ മനസ്സിലാ ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് ചരിത്രത്തിൽ സിഗ്നേച്ചർ പതിപ്പിക്ക് എന്റെ പൊന്നു യുവാക്കളെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പടച്ചവൻ അവരോടുകൂടെ സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.